ക്ലാസ് ഫസ്റ്റ് ഇന്റഗ്രേഷൻ ഡേ 2 ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നമ്മൾ ആൻസർ ചെയ്യുന്നത്. പ്രവർത്തനം 6 മിഴിയുടെ പൂന്തോട്ടം. നിറം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ താഴെ നമുക്ക് മിഴിയുടെ പൂന്തോട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. മിഴി പറഞ്ഞ കുട്ടിയുടെ പൂന്തോട്ടാണ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്യാ, നിങ്ങൾ നിറം നൽകിയിട്ട് ഭംഗിയാക്കുക കേട്ടോ. അവിടെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഴിയുടെ പൂന്തോട്ടത്തിലെ കാഴ്ചകളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നത്? മലകളുണ്ട്, ആകാശത്തിലെ മേഘങ്ങൾ കാണാം, പിന്നെ ധാരാളം മരങ്ങൾ കാണാം, ചെടികൾ കാണാം, ചെടിയില് ധാരാളം പൂക്കൾ കാണാം, ഒഴുകുന്ന പുഴ കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ ചെടിയുടെ മുകളില് ഒരു പുഴു ഇരിക്കുന്നത് കാണാം അല്ലെ. ഇത്രയും കാഴ്ചകളാണ് അവിടെ കാണുന്നത്. നിറം നൽകൂലോ. നിറം നൽകി കഴിഞ്ഞാല് മേഘങ്ങൾക്ക് നിങ്ങൾ ഏത് നിറം നൽകുക? നീല നിറല്ലേ. അപ്പൊ നമ്മള് കാഴ്ചകൾ എഴുതുമ്പോൾ എന്തെഴുതാം? ആദ്യം തന്നെ ആകാശത്തിൽ നീല മേഘങ്ങൾ എന്നെഴുതാം അല്ലെ. പിന്നെ എന്തെഴുതാം? ഉയർന്ന മലനിരകൾ എന്നെഴുതാം. പിന്നെയോ ധാരാളം മരങ്ങളും ചെടികളും എന്നെഴുതാം. ചെടിയിൽ നിറയെ പൂക്കൾ എന്നെഴുതാം, അല്ലെങ്കിൽ ചെടിയിൽ നിറയെ ഭംഗിയുള്ള പൂക്കൾ എന്നെഴുതാം. പിന്നെ ഒഴുകുന്ന പുഴ, പാറി നടക്കുന്ന തുമ്പിയും തേനീച്ചയും എന്നെഴുതാം. പിന്നെ ചെടിമേൽ പുഴു എന്ന് എഴുതാം കേട്ടോ. പ്രവർത്തനം 7 മഴ വന്നു. വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ്. അവിടെ നമുക്ക് പാട്ട് തന്നിട്ടുണ്ട്. അതിനുള്ള വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ വരികൾ നമുക്ക് നോക്കാം. തന തന താന, തന തന താന, മഴ വന്നു തന താന. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മഴ വന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അടുത്തത് തന തന താന, തന തന താന. അവിടെ നടന്നു എന്ന് തന്നിട്ടുണ്ട്. ചിത്രം ആരുടെയാ കൊടുത്തിരിക്കുന്നത്? ആടിന്റെ അല്ലേ. അപ്പൊ ആര് നടന്നു? ആട് നടന്നു എന്നാണ് അല്ലെ. ആട് നടന്നു. പിന്നെ എന്തെന്നെ എഴുതണം? തന താന എന്ന് എഴുതുക കേട്ടോ. അടുത്ത വരികൾ നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാം? തന തന താന, തന തന താന. പിന്നെ വന്നു എന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെ ജീവികളുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്? ആമയുടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പുഴുവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഒന്നുമില്ലെങ്കിൽ ആമ വന്നു തന താന എന്ന് എഴുതാം, അല്ലെങ്കിൽ പുഴു വന്നു തന താന, അങ്ങനെ എഴുതാം കേട്ടോ. പ്രവർത്തനം 8 വലിയ പൂക്കൾ ചെറിയ പൂക്കൾ. വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലേക്കും വരച്ചു യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ധാരാളം പൂക്കളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ വലിയ പൂക്കളെ എല്ലാം എന്ത് ചെയ്യാം? വലിയ കുട്ടയിലേക്ക് വരച്ചു യോജിപ്പിക്കാം. ചെറിയ പൂക്കളെ എല്ലാം ചെറിയ കുട്ടയിലേക്ക് വരച്ചു യോജിപ്പിക്കുക കേട്ടോ. അവിടെ കുട്ടകളുടെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട് വലിയ പൂക്കൾ ചെറിയ പൂക്കൾ എന്നല്ലേ. കണ്ടില്ലേ? അപ്പൊ ആദ്യത്തെ നമുക്ക് തന്നിരിക്കുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എന്ന് പറയുന്നത് വലിയ പൂവല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലിയ കുട്ടയിലേക്ക് വരച്ചു യോജിപ്പിക്കണം കേട്ടോ. പിന്നെ മുല്ല. മുല്ല നമുക്കറിയാം ചെറിയ പൂവാണ്, ചെറിയ കുട്ടയിലേക്ക് വരച്ചു ചേർക്കുക. റോസ് വലിയ പൂവാണ്, വലിയ കൊട്ടയിലേക്ക് വരച്ചു ചേർക്കുക. അടുത്തത് സൂര്യകാന്തി പൂവാണ്. സൂര്യകാന്തി പൂ വലിയ പൂവല്ലേ, വലിയ കൊട്ടയിലേക്ക് വരച്ചു ചേർക്കുക. അടുത്തത് തെച്ചിയാണ്. തെച്ചി ചെറിയ പൂവാണ് അല്ലെ, ചെറിയ കൊട്ടയിലേക്ക് വരച്ചു ചേർക്കുക. അടുത്തത് താമരയാണ്. താമര വലിയ പൂവാണ് അല്ലെ, അപ്പൊ വലിയ കൊട്ടയിലേക്ക് വരച്ചു ചേർക്കുക കേട്ടോ. പ്രവർത്തനം 9 പറന്നു പറന്ന് എന്നാണ്. പറക്കുന്നവരെ കണ്ടെത്തൂ വട്ടത്തിലാക്കൂ എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് ധാരാളം ജീവികളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതില് പറക്കുന്നവരെ കണ്ടെത്തിയിട്ട് വട്ടത്തിലാക്കാനാണ്. ഇതിൽ ആരെല്ലാമാണ് പറക്കുന്നത്? പറവകളാണ്, പക്ഷികളല്ലേ പറക്കുക. അപ്പൊ ഇതിൽ ഏതൊക്കെയാ? പരുന്ത്, കാക്ക, പിന്നെ മയില്, പിന്നെ തത്ത, പിന്നെ കുരുവി. ഇവരെല്ലാം പറക്കുന്നവരാണ്. എല്ലാവരെയും വട്ടത്തിലാക്കുക കേട്ടോ.